നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വന്യവൈദികരെ, വിവിധ ഇടവകളിലെ ഗായിക സംഘാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നന്തങ്കോട് എരുശലേം മാർത്തോമ ഇടവകയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗായിക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ ഈസ്റ്റർ റിസൈറ്റലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മരണത്തെ ജയിച്ചവനായ യേശുവിൻ്റെ രക്ഷയുടെ സുവിശേഷം ഉൾക്കൊള്ളുവാനും പ്രഘോഷിക്കുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. നമുക്കേവർക്കും ഒരുമിച്ച് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേൽക്കേണ്ടതാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി KC ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചന നൽകുന്നവനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്ധ്യാവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്ധിയിൽ കടന്നു വരുവാനും ഇന്ന് കർത്താവെ ക്വയർ ഫെസ്റ്റായിട്ട് അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ ആഘോഷിക്കുവാനും തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം.
അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തുന്നതിന് ജീവിക്കുന്ന ദൈവമാകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരയറ്റുന്നു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, നമുക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് മരണത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് ഒരുക്കിയ നിത്യതയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ശവക്കല്ലറുകളെ പൊട്ടിച്ച് ജീവനുള്ള ദൈവമായ ഞങ്ങളുടെ മധ്യത്തിൽ ഇന്നും ജീവിക്കുന്നവർക്ക് സ്തോത്രം. അവിടുന്ന് ഉയർത്തിനേറ്റിരിക്കുന്നു എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ സന്തോഷം. അവിടുന്ന് ആ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായി കൂടി വന്നിരിക്കുന്ന എല്ലാ ആളുകളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ കൊയറുകളെയും ഞങ്ങൾ നിൻ്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരനുഗ്രഹത്തിൻ്റെ അവസരമാക്കണം. ഇവിടെ കൂടി വരുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം പാടുവാനും ഹല്ലേലൂയ പാടുവാനും സഹായിക്കണം. യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായി മാറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊയറിനെ ഓർക്കുന്നത് പാടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി അവർക്ക് കൊടുത്തിരിക്കുന്ന നല്ല താലന്തുകൾ ഫലകരമായ രീതിയിൽ ചെലവഴിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളിവിടെ കാണുന്ന എല്ലാ കൊയറുകളെയും എല്ലാ പള്ളികളെയും കർത്താവ് ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണല്ലോ, ഐക്യത്തിൻ്റെ അനുഭവമാണല്ലോ. ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളവരല്ല, പിന്നെ ഞങ്ങൾ ഒന്നാണെന്നുള്ള ബോധത്തോടുകൂടെ ഈ പട്ടണത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകളെ അനുഗ്രഹിക്കണം. എല്ലാ അച്ഛന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഇടവയ്ക്കായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവത മഹത്വപ്പെടുത്തക്കവണ്ണം ഞങ്ങളുടെ കൊയറിനെ അവിടെ നിർത്തി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. Thank you, Achan. I now invite Mr. Verghese Cherian, our choir master, to welcome the gathering. Good evening, ladies and gentlemen. Colossians 3:16 says, "Let the word of Christ dwell in you richly in all wisdom, teaching and admonishing one another in psalms and hymns and spiritual songs, singing with grace in your hearts to the Lord." And Psalm 95, 1 and 2 says, "O come, let us sing unto the Lord. Let us make a joyful noise to the rock of our salvation. Let us come before his presence with thanksgiving and make a joyful noise unto him with psalms." A happy Easter to everyone gathered here. Our Lord is risen indeed. Hallelujah. It is my privilege and honor to welcome all of you to this Easter recital. As part of our Golden Jubilee celebrations, the choir decided to organize 3 programs. The first 2 that we conducted were that of the Livingstones Quartet, and the second was a song and worship by UNARV, the UNARV team of Missions India. And this is the last and final program, the Easter recital. This is probably the first time that we have had a recital at this church organized by the choir where multiple choirs have rendered songs. So this is unique, and therefore we wanted to conduct one. And on this Easter day, we felt it was appropriate for us to organize an Easter recital. Let me first welcome our vicars, Reverend Casey George, who is a member of our family itself and a constant presence and support for us. I also welcome our vicar, Reverend Manoj Idikla, who has been a constant support and inspiration for us and a key pillar in making this event happen. There are 5 churches who accepted our invitation and have come to regale us with our Easter songs. The Christ Church Palayam, the Thekkan Parimal Orthodox Church, the Ebenezer Mathoma Church Perurkada, Trinity Mathoma Church Medical College, and St. Thomas Mathoma Church Patu. I thank the secretaries and choir masters of the respective churches who have agreed to come and sing tonight. I welcome each and every choir member and their families
who have made it here today. I also welcome members from other churches who have graced us with their presence tonight. I also welcome the committee and members of the Jerusalem Mathuma Church who have always been a pillar of support in all our endeavors for their presence here tonight. I also welcome Tennyson and his team who have always extended a helping hand to organize the audio system. Let us look forward prayerfully to the songs of praise and thanksgiving this Easter evening, commemorating the Passion Week and celebrating the resurrection of our Lord Jesus Christ. God bless us all. A humble request to please keep your phones on the silent mode so that we can enjoy the renditions without any disturbance. Thank you. Thank you, Vinichan. I now invite Reverend Manoj Idikula, our beloved vicar, for the presidential address and message. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനമുള്ള KC ജോർജ് അച്ഛൻ, ഈ ഇടവകയിലെ ക്രൈസ്തവ കമ്മിറ്റി അംഗങ്ങൾ, ഓഫീസ് ബെയറേഴ്സ്, ഗായക സംഘങ്ങൾ, മറ്റിടവകളിൽ നിന്ന് വന്നിട്ടുള്ള ഗായക സംഘങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജെറുസലേം മാർത്തോമ്മ ഇടവകയുടെ ഗോൾഡൻ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു ഈസ്റ്റർ റിസൈറ്റൽ, ഇത് ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട കൊയർ മാസ്റ്റർ വിനു ഓർപ്പിച്ചതുപോലെ 3 പ്രോഗ്രാംസാണ് കൊയർ ഏറ്റെടുത്തത്. അതിൽ മൂന്നാമത്തേതാണ് ഇന്നത്തെ ഈ ഈസ്റ്റർ റിസൈറ്റൽ. കുറച്ച് ഇടവകളെ മാത്രം തിരഞ്ഞെടുത്ത് ഇന്ന് ഈ ഒരു റിസൈറ്റൽ പ്രോഗ്രാമിൽ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കുവാൻ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സാക്ഷീകരിക്കുവാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഇതിനെ തീർക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഇടവകയെ കഴിഞ്ഞ 50 വർഷം ദൈവം തമ്പുരാൻ അത്ഭുതകരമായിട്ട് നടത്തി. ഈ ഗോൾഡൻ ജൂബിലി വർഷത്തെ ഈ ഇടവകയുടെ തീം എംബ്രേസിംഗ് ക്രൈസ്റ്റ് ആൻഡ് എംബ്രേസിംഗ് ക്രൈസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ലൈഫ്സ്. അനേകരെ സ്വാധീനിക്കുവാനായിട്ട്, അനേകരെ ചേർത്ത് പിടിക്കുവാനായിട്ട്, അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹമാണുള്ളത്. ദൈവം ഈ ഇടവകയെ ഇത്രത്തോളം നടത്തിയപ്പോൾ ഈ ഇടവക മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇടവകയുടെ ഓരോ സംഘടനകളും അവരുടെ ഓരോ പ്രോഗ്രാംസ് നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. യുവജന സഖ്യക്കാർ ഇതേ തീം എടുത്ത് എംബ്രേസിംഗ് ക്രൈസ്റ്റ് എൻവിഷനിങ് ദ ഫ്യൂച്ചർ എന്ന തീം എടുത്ത് അവരുടെ ക്യാമ്പൊക്കെ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് വന്ന മറ്റ്5 ഇടവകയുടെ കൊയർ അംഗങ്ങളോടുള്ള പ്രത്യേകമായിട്ടുള്ള അപ്രീസിയേഷൻ ഞാൻ ഈ സമയത്ത് ഇടവകയുടെ നാമത്തിൽ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പാടുന്ന പാട്ടിലൂടെ ദൈവനാമം മഹത്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് ഈ ഇടവകയുടെ ഗായക സംഘമാണ്. നമുക്കറിയാം, ഈ ഒരു നോമ്പിൻ്റെ കാലഘട്ടം, അത് കഴിഞ്ഞ് പാഷൻ വീക്ക് വളരെയേറെ തിരക്കുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഇയർ എൻഡിങ് കൂടി ആയിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ വളരെ തിരക്കേറിയ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും കൊയർ അംഗങ്ങൾ അവരാൽ ആവത് ശ്രമിക്കുകയും ഇന്ന് ഈ പ്രോഗ്രാം ഇപ്രകാരം ക്രമീകരിക്കുവാനായിട്ട് ദൈവം തമ്പുരാൻ അവരെ സഹായിച്ചു, ശക്തീകരിച്ചു. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ജെനി, അതുപോലെ തന്നെ കൊയർ ലീഡറായിട്ട് പ്രവർത്തിക്കുന്ന മിസ്റ്റർ വിനു, ഇവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ നാമത്തിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഗായക സംഘങ്ങൾ ആയിരിക്കുന്ന എല്ലാവർക്കും ഉള്ള അപ്രീസിയേഷൻ ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ദ ബേസിക് ഫെയ്ത്ത് ഓഫ് ക്രിസ്ത്യൻ ബിലീഫ് ഈസ് റിസറക്ഷൻ ഓർ ഈസ്റ്റർ. ഓരോ കൃപാന ശുശ്രൂഷ മധ്യേ നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾ കൊണ്ടാടുന്നു, നിൻ്റെ രണ്ടാമത്തെ വരുവനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഓ ലോർഡ്, വി റിമെമ്പർ യുവർ ഡെത്ത്, ബറിയൽ ആൻഡ് റിസറക്ഷൻ ആൻഡ് വി ആർ ഈഗർലി അവൈറ്റിംഗ് ഫോർ യുവർ സെക്കൻഡ് കമ്മിങ്. നമ്മൾ പ്രാരംഭത്തിൽ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. അതിനകത്ത് മൂന്നാമത്തെ സ്റ്റാൻസ, എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും. എന്ത് വലിയൊരു പ്രഖ്യാപനം! പലപ്പോഴും നമ്മൾ പാടി അങ്ങ് പോകുന്നു, എന്നാൽ അതല്ല, അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടുവാനായിട്ട്, ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് സാധ്യമായി തീരണം എന്നായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ദി ഏഞ്ചൽ സെഡ് ടു ദ വുമൻ, ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ നോ ദറ്റ് യു ആർ ലുക്കിംഗ് ഫോർ ജീസസ് ഹു വാസ് ക്രൂസിഫൈഡ്. ഹി ഈസ് നോട്ട് ഹിയർ, ഫോർ ഹി ഹാസ് ബീൻ റേസ്ഡ് ആസ് he said. കം സീ ദ പ്ലേസ് വേർ ഹി ലേ. അവന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം കൂടിയാണ് ഈസ്റ്റർ ദിവസം. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച ദിവസം. മഗ്ദലക്കാരത്തി മറിയ ഈ ഒരു കല്ലറ സന്ദർശിച്ചപ്പോൾ അവൾ മനസ്സിൽ കണ്ടത് ഒരു ശവശരീരം അവിടെ കാണാനായിട്ടാണ് അവൾ പോകുന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മരണമല്ല കാണുന്നത്, പിന്നെയോ വേറൊരു ജീവനാണ് അവിടെ കാണുന്നത്. ഷി ഡസൻറ്റ് സീ ഡെത്ത്, ബട്ട് ഷീ ഫൗണ്ട് ലൈഫ് ദെയർ. അവിടെ ഉണ്ടായിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയ ഒരു അനുഭവമാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഒരു ദൂതൻ വന്ന് അവളോട് പറയുന്നു, ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ എന്ന് അവളോട് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മെ സൂചിപ്പിക്കുന്നത് ജീസസ് ഹാഡ് കോൺകേർഡ് സിൻ, ജീസസ് ഹാഡ് കോൺകേർഡ് ഡെത്ത് ആൻഡ് ജീസസ് ഹാഡ് കോൺകേർഡ് ദ ഗ്രേവ്. പാപത്തെ ജയിച്ചവനായിട്ടുള്ള യേശു, മരണത്തെ ജയിച്ചവനായിട്ടുള്ള യേശു, ആ ഒരു യേശുവിനെയാണ് നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ധ്യാസമയത്ത് നമ്മൾ ഈ ഒരു ആലയത്തിൽ കൂടി വന്നിരിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവത്തിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. എന്നാൽ ഈ സന്ധ്യാസമയത്ത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ എല്ലാ ഭയങ്ങൾ, നമ്മുടെ എല്ലാ ആകുല ചിന്തകൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമ്മെ കൊണ്ട് സാധ്യമായി തീരണം. ലെറ്റ് us leave behind everything. Let us leave behind our fear. Let us leave behind our doubts. കാരണം എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഉറപ്പാണ്. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കും എന്നുള്ള വലിയൊരു ഉറപ്പാണ് ദൈവം നൽകിയിരിക്കുന്നത്. 3 കാര്യങ്ങൾ. ഈസ്റ്റർ affirms that the presence of Christ is in our life journey. ഓരോ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആദ്യത്തെ സത്യമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു നമ്മോടൊത്ത് എല്ലായ്പ്പോഴും ഉള്ള ഒരു ദൈവമാണ്. ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും, whether it is life, whether it is death, whether it is hardships, or whether you are going to face temptations in your life, whatever situations you go through, be assured that Christ is with us in our journey. രണ്ടാമത്, it calls us for a change in our direction. നമ്മുടെ യാത്രയിൽ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായമൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ എമ്മൗസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന 2 ശിഷ്യന്മാർ. അവർ യെരുശലേമിലേക്ക് പോയത് കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായി കാണാനായിട്ടാണ്. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട്, പരാജയപ്പെട്ട്, ആകപ്പാടെ പ്രയാസപ്പെട്ട്
അവർ മടങ്ങി എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്ര മധ്യേ കർത്താവായ യേശു ക്രിസ്തു അവരുമായിട്ട് കണ്ടുമുട്ടി അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി അത്താഴം ഒരുക്കുന്ന അല്ലെങ്കിൽ അപ്പം മുറിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇത് വേറെ ആരുമല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അവരുടെ ഡയറക്ഷൻ അവർ മാറ്റുന്നു. എമ്മൗസിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് വന്ന ശിഷ്യന്മാർ അവരുടെ ഡയറക്ഷൻ മാറ്റി അവരെന്നാ ചെയ്യുന്നത്? വീണ്ടും യെരുശലേമിലേക്ക് പോയിട്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുന്നു. സോ എവറി ഈസ്റ്റർ ഈസ് എ റിമൈൻഡർ ഫോർ അസ് ടു ചേഞ്ച് അവർ ഡയറക്ഷൻ, നോട്ട് ഫോർ ജെറുസലേം ടു എമ്മൗസ് ബട്ട് ഫ്രം എമ്മൗസ് ടു ജെറുസലേം. മൂന്നാമതായിട്ട് ഇറ്റ് ഗിവ്സ് അസ് ഹോപ്പ് ആൻഡ് കറേജ് ടു ഫേസ് അവർ ലൈഫ് സിറ്റുവേഷൻസ്. ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളെയും അത് അതിജീവിക്കുവാനായിട്ടുള്ള വലിയൊരു ശക്തിയാണ് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്നത്. ഈ ഒരു വലിയ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈസ്റ്റർ affirms that the presence of Christ is with us in our life journey. Easter affirms that it calls us for a change in direction, not from Jerusalem to Emmaus, but from Emmaus to Jerusalem. മൂന്നാമത്, it gives us the hope and courage to face our life situations. മനോഹരമായിട്ടുള്ളൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടുണ്ട്. തൻ വഴി, because he lives I can face tomorrow, because he lives all fear is gone, because I know he holds my future, and life is worth the living just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിൽ ഓർത്താൽ ഹായത്ര ധന്യമേ ലോകജീവിതം, ഹായത്ര ധന്യമേ ലോകജീവിതം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know that he holds my future, and life is worth the living just because he lives. ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് നീങ്ങുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വന്ന് ഈ റിസൈറ്റിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ജീവനുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ. Thank you, Achan. Without any delay, let us begin this melodious evening. I invite the Ebenezer Marthoma Church Choir for the first rendition. In the meantime, I request the next church choir to be ready. The choir will be singing a traditional Malayalam hymn, Karunyapura Kadale, composed by Mahakavi K.V. Simon. The choir will be conducted by Mr. Ebi Abraham Cyrus.
റെഡി.
The next song, Redeemed, is written and composed by Mr. Ebi Abraham Cyrus. It is in 4 different movements, even though the total song follows the same time signature. The mood of each movement syncs with the meaning of the part of the song which it is depicting. The 4 movements are God's lament and promise, crucifixion and burial, resurrection and Satan's defeat, man's exaltation and thanksgiving. The track of the song is created by Mr. Amal Cyrus Panakal, and the choir is conducted by Mr. Ebi Abraham Cyrus. What have you done, O man, walking in ways of sin? You have all gone astray. Why don't you kneel and pray? How I would love to hold all of you in my fold, but you make sinful notes fall into deepest fall. I now will send my son for those who fall and run. His death will bring many to perfect harmony. Sun sinks slowly saddened on that glory day, reddened by the blood of Lamb who had to pay the ransom for all sins and sinners till today. Sinners do in sinless man a sinful way. People stood and watched their Lord just cry and pray, forbid them to cry for him and made them stay. Soldiers gathered round his robe and where it lay. Nature wailed and cried and took the light away. Buried in a cave that was long kept at bay, people laid their Lord to rest in great dismay. His body lay there cold and still without a ray, but the cross stood high with him to wash our sins away. But on the 3rd day as the sun rose, as light filled earth and darkness goes, love of God like a river flows, the Lord has listened with pleading his foes. But on the 3rd day as the sun rose, as light filled earth and darkness goes, love of God like a river flows, the Lord has listened with pleading his foes. Christ resurrected, death decimated, life liberated, Satan defeated. Christ resurrected, death decimated, life liberated, Satan defeated. Lord is risen, Satan in prison, sins are forgiven, Christ is the reason. Lord is risen, Satan in prison, sins are forgiven, Christ is the reason. Hallelujah, 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 hallelujah. I've been saved and I've been bought by the blood of Lamb that day. Christ in me and the cross in me will lead me all the way. I've been saved and I've been bought by the blood of Lamb that day. Christ in me and the cross in me will lead me all the way. I'm now taught that not to worry what the future holds. Christ will teach me, guide me, and then hold me in his fold. I'm now taught that not to worry what the future holds. Christ will teach me, guide me, and then hold me in his fold. He saved me
He chose me, He loved me as His own. He's in me and I'm in Him, and we will walk alone. He loved me, He saved me, He chose me as His son. I'm in Him and He's in me, and we will move alone. Sight in me will lead me on, and I will call my kin. We will bear the cross's way through every thick and thin. Sight in me will lead me on, and I will call my kin. We will bear the cross's way through every thick and thin. As I walk my days of life, I look to Him alone. When I cross the valley, He will take me to His home. As I walk my days of life, I look to Him alone. When I cross the valley, He will take me to His home. Hallelujah, hallelujah, hallelujah to the Lord. 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 I request the choir members to remain at their position. As a token of our appreciation, we would like to present a memento on behalf of Jerusalem Marthoma Church. I request the choir leader to come and accept the memento on behalf of the choir. I request K.C. George Achin to hand over the memento. For God so loved the world that He gave His one and only Son, that whoever believes in Him shall not perish but have eternal life. I now invite Part 2 St. Thomas Marthoma Church Choir. The choir will be singing a Tamil Christian crucifixion song, Calvary and Way, written by Brother Simpson. The choir will be conducted by Dr. Matthew Thomas.
ജീവൻ
Next, the choir will be singing the hymn, Wonderful, Merciful Savior, written by Don Rogers and Eric Weiss. The choir will be conducted by Mr. Abraham Zakaria. Savior who redeems us, Comforter who heals the broken, Counselor and Keeper who sustains us in our illness. The lyrics expresses longing, surrender, and gratitude to God's unchanging love and mercy. ഞങ്ങൾ ഈ ഗാനം ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് പാടുന്നത്. മലയാള ഭാഗം പാടുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ലിറിക്സാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം ഈ ഗാനം ചേർന്ന് പാടാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. Wonderful
As a token of our appreciation, we would like to present a memento on behalf of Jerusalem Marthoma Church. I request the choir leader to come and accept the memento on behalf of the choir. I request Manoj Achan to hand over the memento. Next, I welcome Tekkan Parimala, St. Gregorios Orthodox Church Choir. The choir will be singing a worship song, Yahweh, written by Sam Padinyarekara, along with a liturgical hymn. We request all the choir members to remain till the end. Dinner will be provided for all the choir members. Check, check, check. Check, 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 check. നിന്നാല സാധ്യമായും ഇല്ലീധരണിയിൽ നിന്നാല സാ
check. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലായി. നിരാശ എന്നെ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എൻ്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നും എൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല,
ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഇന്ത്യയിലെ സുറിയാനി സഭകൾ അവരുടെ തനതായ ആരാധന പാരമ്പര്യത്തിൽ വളരെയധികം അഭിമാനിക്കുന്നു. കൂടാതെ സുറിയാനി ആരാധനക്രമത്തിൻ്റെയും സംഗീത പാരമ്പര്യത്തിൻ്റെയും സംയോജനം നൂറ്റാണ്ടുകളായി ഇന്ത്യൻ സഭയുടെ ആരാധനക്രമ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. എക്കാറ എന്ന ഇതര നാമത്തിൽ അറിയപ്പെടുന്ന ഒക്ടോ എക്കോസ് ആരാധനാക്രമ ഗാനങ്ങളെ 8 സ്വരങ്ങളായി അല്ലെങ്കിൽ വർണ്ണങ്ങളായി തരംതിരിക്കുന്ന പാരമ്പര്യമാണ്. നമ്മളിവിടെ ആലപിക്കുന്ന ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ എന്ന ഗാനം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാന ശുശ്രൂഷയിലെ അറിയപ്പെടുന്ന ഒന്നാണ്. സിറിയക് ഹിമോളജിയിലെ കും പൗലോസ് എന്ന ക്രമത്തിൽ ആദ്യ നിറത്തിലാണ് ഇത് ആലപിക്കുന്നത്. As a token of our appreciation, I request PM Jones sir to hand over the memento to the choir. Next, I welcome the CSI Christ Church Choir.
The choir will be singing the hymn, And Can It Be, written by Charles Wesley, music by Thomas Campbell. The choir will be conducted by Mr. John Jacob Epen.
Next, the choir will be singing the hymn Sionilik Eshu, which is written by John King. I request K.C. George Achan to hand over the memento to the choir. Next, I invite Trinity Marthoma Church Choir. The choir will be rendering the hymn Devame in Devame, written by Moshe Valsalam Shastriyar.
The choir will be conducted by Mr. Donny Matthew. As we, the Trinity Marthoma Church Choir, sings this well-known Malayalam song, we want you to remember how Christ endured the agony of separation and isolation for our sake, so that we need not be pierced by the pain of eternal separation from God. His cry pierced the looming darkness of that time. From this time in his human life, Christ experienced the excruciating pain of being separated from his Father. So at the 9th hour, he cried out with a loud voice, my God, why hast thou forsaken me?" Jesus lived a perfect, sinless life, but he had to endure these sufferings and die on the cross because he was the substitute sacrifice for our sins. Like the thief on the cross, let us repent of our sins and put our trust in Jesus as our Lord and Savior. Come to Christ. He will redeem, restore, and comfort you. Wonderful in Yeshua.
I request Manoj Achan to hand over the memento as a token of our appreciation to the choir leader. As we near the end of this recital, let us commemorate the hardships endured by Jesus and his triumphant victory over death. The Jerusalem Marthoma Church Choir will now render the hymn 40 Days and 40 Nights, written by George Hunt Smitten and composed by Hayne Lynn. The hymn is a portrayal of the hardships Jesus endured while tested in the wilderness. The choir will also render the hymn Kalashichu Kathorapur, proclaiming Christ's triumphant victory over sin and death. The choir will be conducted by Mr. Verghese Cherian.
As we come to the end of this recital, I invite Dr. Jenny Lynn Kogur, the choir secretary, to deliver the vote of thanks. Good evening. We had a tremendous celebration of Holy Week and Easter, and Eastern liturgies were joyous. As Saint Augustine said long ago that we are an Easter people and Alleluia is our song. This Easter recital captures the essence of this belief, expressing joy and praise for resurrection. Good evening, Reverend Manoj Idukla, Senior Vicar Reverend K.C. George, and my brothers and sisters in Christ. A very blessed Easter to you all. I'm honored to stand before you tonight to express our sincere gratitude for this wonderful Easter recital. First of all, let me thank our Vicar, Reverend Manoj Idukla, for the presidential address and message. I thank Achan for all the advices and encouragement you have given to our choir and for taking initiative to conduct this program. Next, I would like to thank our senior vicar, Reverend K.C. George and Kochama, for your sincere prayers and blessings. Let me thank all the choirs from different parishes of Trivandrum City. Being Golden Jubilee year, this is supposed to be our last music concert conducted by Jerusalem Marthoma Church Choir. And I'm grateful for all the city parishes for your cooperation, support, and participation. First of all, let me thank Christ Church members and their choir for full attendance and support. I thank Reverend Alex Puman for encouraging the congregation to be a part of our Golden Jubilee celebration. Thank you all Christ Church members, Choir Secretary Jolly, Choir Master Mr. John Jacob Epen, and choir members. We enjoyed your beautiful rendition, and I thank you all once again on behalf of Jerusalem Marthoma Church. We always cherish your enthusiasm. Let's give a big round of applause. Next, I would like to thank Ebenezer Marthoma Church Choir, parishioners, choir masters Epen Sar and Mr. Abraham Cyrus for coordinating your choir and for coming and being part of our Easter recital. I thank each choir member for putting effort and finding time to be a part of your choir to attend this recital. We enjoyed your singing. Thank you once again on behalf of JMTC Choir and Jerusalem Marthoma Church. Next, I would like to thank Part 2 St. Thomas Marthoma Church choir members and their choir masters, Mr. Abraham Sakria, whom we call as Babu Chan, and Dr. Matthew Thomas. Thank you, Babu Chan and Dr. Matthew Thomas, for conducting. Being Easter, majority of crowd were out of town, and it was difficult to make it as a choir for the recital. But still, Babu Chan promised that we will make it for your Easter recital, and I'm thankful to all of you for the sacrifice you all made. God bless you all. Thank you all on behalf of JMTC Choir and Jerusalem Marthoma Church. Next, I would like to thank Thekkan Parimala Orthodox Church choir members and all who have come from your parish. The only time I heard you singing is for the Choir Fest of Kerala Council of Churches held here in February this year. And I'm grateful to Very Reverend Sam Kanjikal Kor Episcopa for accepting our invitation and for sending the choir for the recital so that we could listen to the beautiful rendition of Eastern Orthodox liturgical song, that is the Orthodox Easter procession song, O Mariame and Yahe, during this Easter day. Let us all give a big round of applause to Thekkan Parimala Orthodox Choir. Next, I would like to thank Trinity Marthoma Church choir masters, choir members, and choir master Mr. Adil John and Donnie for making it for today's Easter recital. Thank you, Adil, for coordinating your choir members, and thank you, Mr. Donnie, for conducting. We appreciate the effort you all put in to be a part of Easter recital.
and making it a memorable one. Thank you all once again on behalf of JMTC Choir and Jerusalem Marthoma Church. And thank you all the members from the different parishes of Trivandrum City who have come here to hear the Easter recital. Let me thank our choir master, Mr. Varghese Cherian, and senior choir members for all the advice and support for making this program a grand success. Let me thank sound engineer Tennyson and team on behalf of JMTC Choir. I would like to thank our church secretary, Mr. P.M. John, our trustee finance, Dr. Lynn Kovu, and church committee members, Jubilee committee members for giving all the support and guidance. Thank you, dear choir members, Yuvajana Sakhya members, and our parishioners for making this program a success. I would like to thank Joel John Thomas, our MC, and thank you, Roddick and Aaron Manoj Jacob, our trustee, for helping us with the live streaming. I'm grateful to each and every one of you who attended this recital. Your presence and enthusiastic participation have made this event truly special. This Easter recital have been a beautiful way to celebrate the resurrection of Christ and the hope it brings. The songs and prayers have touched our hearts and remind us of the profound meaning of this holy season. Once again, thank you to everyone who played a part in making this Easter recital a memorable and meaningful experience. May God bless you all and fill your Easter season with joy, peace, and love. Thank you all. Thank you, Jenny Aunty. As we close this Easter recital, may the music and message of the season fill your heart with peace and renewed faith. I now invite Mr. Thomas Cherian for the prayer, followed by benediction. I request everyone to rise. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾക്ക് കൊണ്ടാടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വലിയ പദവിക്കായി സ്തോത്രം. പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്ന ഞങ്ങളെ അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പാപജോചനം നൽകി ജീവനും സമൃദ്ധിയായ ജീവനും തന്ന അനുഗ്രഹിച്ച കരുണയ്ക്കായി സ്തോത്രം. ഈ കഴിഞ്ഞ 50 ദിവസം കർത്താവെ, അവിടുത്തെ പീഡാനുഭവത്തെയും അവിടുത്തെ കുരിശുമരണത്തെയും ഒക്കെ ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ആ വലിയ പ്രത്യാശയിലേക്ക് ഞങ്ങളെ വഴി നടത്തിയ അനുഭവത്തെ ഓർത്ത് വീണ്ടും സ്തോത്രം. ആ വലിയ പ്രത്യാശയിൽ എന്നും നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നന്ദൻകോട് ഇടവകയെ കഴിഞ്ഞ 50 വർഷം പരിപാലിച്ച കരുണയ്ക്കായി സ്തോത്രം. ഈ പട്ടണത്തിൽ അവിടുത്തെ സാക്ഷ്യമായി നിലനിൽപ്പാൻ ഒരു വിശ്വാസ സമൂഹമായി അതിനെ രൂപപ്പെടുത്തിയതിനും ഈ കഴിഞ്ഞ 49 വർഷക്കാലം അത്ഭുതകരമായി പരിപാലിച്ചതിനും 50-ാം വർഷത്തിൽ കർത്താവെ, നിൻ്റെ സാക്ഷ്യമുള്ള സമൂഹമായി നിലനിർത്തുന്നതിനായും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് പട്ടണത്തിലെ വിവിധ ഗായക സംഘങ്ങളെ ഒരുമിപ്പിച്ചു ചേർത്തുകൊണ്ട് ഇന്ന് ഈസ്റ്റർ സംഗീത സന്ധ്യ നടത്തുവാൻ അവിടുന്ന് ചെയ്ത കരുണയ്ക്കായി സ്തോത്രം. കർത്താവ്, ഈ പാട്ടുകളിലൂടെയെല്ലാം അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ കഷ്ടതയുടെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും വഴികളിലൂടെ വീണ്ടും ഞങ്ങളെ കൊണ്ടുപോവുകയായിരുന്നല്ലോ. അത് ഒരു ഓർമ്മ മാത്രമല്ല കർത്താവേ, ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരായി, ക്രിസ്തുവിന് വേണ്ടി മുറിക്കപ്പെടുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാടിയ എല്ലാ ഗായക സംഘാംഗങ്ങൾക്കായും സ്തോത്രം. ഇതിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ പാട്ടുകളിലൂടെ ഞങ്ങൾ കേട്ട വലിയ ദൂതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുണ്ട് അതിൻ്റെ സാക്ഷികളായി ഞങ്ങളുടെ ജീവിത ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആദിയോടന്തം അവിടുത്തെ കൃപ വ്യാപരിച്ചല്ലോ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. കർത്താവെ, വീണ്ടും ഞങ്ങളെല്ലാവരും അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിൻ്റെ ജീവനുള്ള സാക്ഷികളായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നിലനിൽപ്പാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. രാജ്യം വരയണമേ, ദേശത്തെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങൾ ദോഷമുള്ളവർ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ
ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഏക്കുള്ളതാകുന്നു. ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടി ഒരുങ്ങി വന്ന സംബന്ധിച്ചുള്ള എല്ലാവരെയും ദൈവമായ കർത്താവിற்கு ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസന വാക്കുകൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യപ്പെടുമാറാകട്ടെ. ആമേൻ. We invite all the choir members to stay back for the dinner with us. Thank you.